രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണേ. ഇതൊരു സെയിൽ പോസ്റ്റ് അല്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ ഹോയയുടെ കുറച്ച് ഫോട്ടോസ് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ. ഇത് ഹോയ ലാഗുറിയം എന്ന് പറയുന്ന ചെടീൻ്റെ ഐഡിയിലുള്ള ചെടിയാണ് കേട്ടോ. 3-4 മുട്ടുകൾ ഒരുമിച്ചുണ്ടായി. അത് വിരിഞ്ഞ് വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. മുട്ടുമുണ്ട്, കുറച്ച് വിരിഞ്ഞ പൂക്കളുണ്ട്. ഇതെന്താണെന്നറിയോ, ഇതിൻ്റെ തണ്ടെല്ലാം മുറിച്ച് ഞാൻ വേറെ വേറെ നട്ടതുകൊണ്ട് ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. ചെടിയെ ഒരുപാട് വളർന്നില്ല. ഇതൊരു മദർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ പൂക്കൾ അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവലില്ല. ഇപ്പം അതിൽ നിറയെ പൂവുണ്ടായിട്ടുണ്ട്. നിറയെ മൊട്ടുണ്ട്. 2-3 എണ്ണം നന്നായിട്ട് വിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഹോയയുടെ ആസ്ട്രാലിസ് ഉണ്ട്, അതും വിരിഞ്ഞു. പിന്നെ സാധാ പിബിക്കാലിക്സ് ഒക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, മൊട്ട് കണ്ടോ, എന്ത് ഭംഗിയായിട്ടായിരിക്കുന്നതെന്ന് കണ്ടില്ലേ. നല്ല ജിമിക്കി കമ്മൽ പോലെ ഉണ്ട്. ഇത് നിറയെ പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയല്ല കേട്ടോ, നന്നായിട്ട് ബോൾ പോലെ വരും, വലുതായിട്ട് വരും. പിന്നെ അടുത്തത് നോക്കിക്കോ, ഇത് ആസ്ട്രാലിസിൻ്റെയാണ്. അതും ഇങ്ങനെ തണ്ട് മുറിച്ച് ഇല്ല, ചെടി കാണാനൊന്നുമില്ല. പക്ഷേ പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. വെള്ളയിൽ ചുമന്ന ഡിസൈനൊക്കെ ആയിട്ടുള്ള നല്ല പൂക്കളാണ്, നിറയെ ഉണ്ടാവും. പക്ഷേ ഈ പിന്നെ എന്താ ആസ്ട്രാലിസ് എന്ന് പറയുന്ന ചെടി നമ്മൾ നട്ട് കുറച്ച് കഴിയണം. ഒരു 1-1.5 കൊല്ലം കഴിയുമ്പോൾ അത് പൂക്കാൻ തുടങ്ങുന്നത്. ഇപ്പോഴാണ് ഇതിലൊരു പൂവുണ്ടാവുന്നത്. ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും തൈകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ. ഒരു ചെടിക്ക് 65 രൂപയാണ് വരുന്നുള്ളൂ. മറ്റ് വേറെയും വെറൈറ്റി ഉണ്ട്, പക്ഷേ ഇത് രണ്ടിൻ്റെയും കുറേ തൈകൾ റെഡി ആയിട്ടുണ്ട്. ഇത് പിന്നെ ആസ്ട്രാലിസ് പ്യൂബിക്കാലിക്സ് ഉണ്ട്, പിന്നെ കാർണോസ പിങ്ക്, ഇത് രണ്ടും ഉണ്ട്. ഏകദേശം 10 വെറൈറ്റി ഉണ്ട് കേട്ടോ.